കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗന്റെ ചാപ്റ്റർ 335 ആണ്. ബ്ലാക്ക് ക്ലവർ അതിന്റെ ഫൈനൽ ആർക്കിലേക്ക് എത്താൻ നേരത്ത് വളരെയധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ് ഇപ്പം നിറഞ്ഞിട്ടുള്ളത്. സോ ഇതെല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. സോ ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാത്ത നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആസ്റ്റാകട്ടെ നേരെ താഴത്തേക്ക് വീണ് ഒരു റൂഫിന്റെ മേളിൽ കിടക്കുവാണ്. പുള്ളിക്കാരൊന്നും അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇത് കാണുന്ന ലൂഷ്യസ് ആയിട്ട് ചെറുതായിട്ട് ചിരിക്കുന്നു. ആസ്റ്റ വീണ്ടും അവിടുന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അത്രയും നല്ലൊരു വൂണ്ടാണ് ആസ്റ്റയ്ക്ക് അവിടെ വെച്ച് കിട്ടിയത്. എന്തിനാണ് നീ വെറുതെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്തായാലും കുറച്ച് നിമിഷങ്ങൾ കഴിയാൻ നേരത്ത് നീ ഇവിടെ കിടന്ന് മരിക്കാനുള്ളതാണ്. നിനക്കൊന്ന് എഴുന്നേക്കാൻ പോലുള്ള ശക്തിയില്ല. പെട്ടെന്ന് ആസ്റ്റനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് നോയിലെയും മിമോസയും നെറും കൂടെ വരുന്നുണ്ട്. നോയിലെ പുള്ളിക്കാരുടെ സീ ഡ്രാഗൺ റോർ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ സിസ്റ്റർ ലില്ലി ഒരു മാജിക് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സീ ഡ്രാഗനെ അതിന്റെ അകത്ത് ട്രാപ്പ് ചെയ്തിട്ട് ഫുള്ളി തന്നെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയും. നോയിലെ ഞെട്ടുന്നുണ്ട്. അത് സ്പെഷ്യൽ മാജിക് അല്ലേ? അതുമല്ല നീ ആസ്റ്റയുടെ പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഇപ്പോൾ കണ്ടത് ബ്ലീസെലപ്പത്തിന്റെ പവറാണ്. ഞാൻ എന്റെ സോൾ മാജിക് യൂസ് ചെയ്ത് അത് ട്രാൻസ്ഫോം ചെയ്ത് പ്യൂർ ആക്കി അവളുടെ മേത്ത് കൊടുക്കുമായിരുന്നു. സോൾ മാജിക്കോ? അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ ഇവൻ വിസാർഡ് കിങ് അല്ലേ? നോയിലേക്ക് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എന്തുവാണ് നീ ഉദ്ദേശിക്കുന്നത്? അണ്ടർവെല്ലിലുള്ള എല്ലാ സുപ്രീം ഡെവിൾസിന്റെ കൺട്രോൾ ഞാൻ ഏറ്റെടുത്തു. എല്ലാ ലെവൽസിലുള്ള എല്ലാ ഡെവിൾസിന്റെ മനുഷ്യർക്ക് ആ ഡെവിൾസിന്റെ സഹായത്തോടെ കൂടി ഹയർ ലൈഫ് ഫോംസിലേക്ക് മാറാൻ സാധിക്കും. അവർക്ക് പുതിയധികം വിസ്റ്റം കിട്ടും. ഏകദേശം നിയർലി ഇമ്മോർട്ടൽ ആയിട്ടുള്ള ബോഡീസും കിട്ടും. അതിൽ തന്നെ ഇവളായിരുന്നു എന്റെ ആദ്യത്തെ കണ്ണി. ഞാൻ ഇവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പലാഡിയൻസ് എന്നാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന സമാധാനം നിറഞ്ഞ ലോകത്തിന്റെ വാരിയേഴ്സ് ആണ് ഇവർ. എന്നിട്ട് അവസാനം ഞാൻ ആ ലോകം ഭരിക്കും. വിസാർഡ് കിങ് ഒക്കെ വെച്ച് എന്നെ കമ്പയർ പോലും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഞാനായിരിക്കും ദി അൾട്ടിമേറ്റ് വിസാർഡ് കിങ്, അല്ലെങ്കിൽ വിസാർഡ് എംപറർ. എങ്ങനെ വേണമെങ്കിലും എന്നെ വിളിക്കാൻ സാധിക്കും. അവിടെ കിട്ടിയ ആ ചെറിയൊരു ഗ്യാപ്പിൽ നോറയും മിമോസും കൂടെ ആസ്റ്റനെ ഹീൽ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ സിസ്റ്റർ ലെല്ലി പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. പുള്ളിക്കാരി ഗ്രിമോർ യൂസ് ചെയ്ത് എന്നിട്ട് അവിടെ ഒരു സ്പെഷ്യൽ മാജിക് ക്രിയേറ്റ് ചെയ്യും. അവരെ 3 പേര് നമ്മുടെ സിസ്റ്റർ ട്രാപ്പ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഒരു ക്യൂബ് പോലത്തെ സാധനത്തിന്റെ അകത്ത്. നോയിലയുടെ മാജിക് ആകട്ടെ അതിനകത്ത് ഡിസോൾവ് ആയി പോകുന്നുണ്ട്. അതൊരു കേജ് ആണ്, ഒരു സെർവ്ഡ് സ്പേസിന്റെ കേജ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മാജിക് എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. മാസ്റ്റർ ലൂഷ്യസിന്റെ പവർ അത്ഭുതം തന്നെ. നിങ്ങൾ ആരും വിഷമിക്കാനും വേണ്ട. നിങ്ങൾക്കും ഉടനെ മാസ്റ്റർ ലൂഷ്യസ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. നോയില അതിന്റെ അകത്ത് കിടന്ന് കാറുമാണ് നിർത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊന്നും തന്നെ അവർ കേൾക്കുന്നില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ ആസ്റ്റ, നിന്റെ മരണം ഈ ലോകത്തിന് സമാധാനവും സന്തോഷവും എല്ലാം തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോകുവാണ്. സിസ്റ്റർ പേടിക്കണ്ട, ഞാൻ ഉറപ്പായിട്ട് സിസ്റ്ററിനെ രക്ഷിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരുടെ മാജിക് യൂസ് ചെയ്ത് ആസ്റ്റനെ ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്ത് കളയും. കുറച്ച് നിമിഷത്തേക്ക് എല്ലാവരും ഒന്ന് സൈലന്റ് ആയി പോകും. കാരണം കണ്ടു നിന്നവരെല്ലാവരും ഇത് ഞെട്ടിപ്പോയി. ആസ്റ്റ എന്ന് പറഞ്ഞു കിടന്ന നോയില പേടിച്ച് കിടന്ന് കാറുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലൂഷ്യസ് പറയുന്നുണ്ട്, അവസാനം അത് സംഭവിച്ചു. ഇതാണ് ലോകം, ദി ട്രൂ വേൾഡ്. അവസാനം ഈ ലോകത്തുണ്ടായിരുന്ന ആ കുറവും നികത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നേക്ക് 7ാം ദിവസമാണ് എന്റെ ജഡ്ജ്മെന്റ് ഡേ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ഹ്യൂമാനിറ്റിയുടെ തന്നെ അവസാനത്തെ യുദ്ധമായിരിക്കും, ദി ഫൈനൽ ഹോളി വാർ. അത് കഴിഞ്ഞാൽ ഈ ലോകത്തെ സമാധാനം വരും. സമാധാനവും സന്തോഷത്തിന്റെ നാളുകളായിരിക്കും പിന്നെ അങ്ങോട്ട്. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. കാരണം ഞാൻ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. എനിക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും എങ്ങനെയായിരിക്കും അതൊക്കെ സംഭവിക്കുന്നതെന്നും. നിങ്ങളെല്ലാവരും എനിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു എനിക്കറിയാം. അത് സത്യമല്ലേ? ക്യാപ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് എല്ലാ ക്യാപ്റ്റൻസും അവിടേക്ക് വരുന്നുണ്ട്. വാങ്കൻസ് ഒക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. അത് ജൂലിയസ് അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പറയുന്നുണ്ട് ആ മാജിക് ജൂലിയസിന്റെ അല്ല, പക്ഷെ അത് ജൂലിയസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ജൂലിയസ് അല്ല. അവന്റെ മാജിക്കും കീയും അവന്റെ അടുത്ത് പോലും വരുന്നില്ല. പക്ഷെ അവന്റെ മുഖവും ശരീരവും അത് ജൂലിയസിന്റേതാണ്. ജൂലിയസ് എന്ന് വിളിച്ചുകൊണ്ട് അവരവിടേക്ക് വരാൻ നേരത്ത് അവരുടെ തൊട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ലൂഷ്യസ് അവിടുന്ന് മാഞ്ഞു പോയിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ നാളെ തന്നെ അടുത്ത 2 ചാപ്റ്റേഴ്സിന്റെയാണ് എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.